ബ്രസീലിയൻ ഫുട്ബോളിന്റെ സൗന്ദര്യം അതിന്റെ പൂർണ്ണതയിൽ ആവാഹിച്ച ഒരു സുൽത്താൻ, പന്തുകൊണ്ട് പുൽത്തകടിയിൽ കവിത രചിക്കുന്ന മാന്ത്രികൻ. സാന്റോസിന്റെ തെരുവുകളിൽ നിന്നും ലോക ഫുട്ബോളിന്റെ നെറുകയിലേക്ക് പന്ത് തട്ടിക്കയറിയ നെയ്മർ ജൂനിയറുടെ കഥ കേവലം ഒരു ഫുട്ബോൾ താരത്തിന്റെ വളർച്ച മാത്രമല്ല, അത് പ്രതിഭയും കഠിനാധ്വാനവും ആവേശവും ഇഴചേർന്ന ഒരു പോരാട്ടത്തിന്റെ ചരിത്രം കൂടിയാണ്. പെലേക്കും റൊണാൾഡീഞ്ഞോക്കും ശേഷം ബ്രസീൽ ആരാധകർ നെഞ്ചേറ്റിയ ആ 10-ാം നമ്പർ ജേഴ്സിക്കാരൻ, കളിക്കളത്തിലെ ഓരോ ചുവടിലും മാന്ത്രികത ഒളിപ്പിച്ചു വച്ച താരം. പരിക്കുകൾ കൊണ്ട് വീഴ്ത്താൻ നോക്കിയവർക്കും പരിഹാസങ്ങൾ കൊണ്ട് തളർത്താൻ നോക്കിയവർക്കും തന്റെ ബൂട്ടുകൾ കൊണ്ട് മറുപടി നൽകിയ പോരാളി. അതെ, നെയ്മർ ദ സിൽവ സാന്റോസ് ജൂനിയർ. ചിലർക്ക് അയാൾ ഒരു വികാരമാണ്, മറ്റു ചിലർക്ക് അയാൾ ഫുട്ബോളിലെ വെറുമൊരു ഷോമാൻ മാത്രമാണ്. എന്നാൽ നെയ്മർ എന്ന താരത്തിന് പിന്നിൽ ലോകം കാണാത്ത ചില കഷ്ടപ്പാടുകളുടെയും കഠിനാധ്വാനത്തിൻ്റെയും കഥകളുണ്ട്. ഫുട്ബോൾ ഇതിഹാസം പെലെയുടെ പിൻഗാമി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാക്ഷാൽ മെസ്സിയെയും റൊണാൾഡോയെയും പോലും തൻ്റെ സ്കില്ലുകൾ കൊണ്ട് അമ്പരപ്പിച്ച നെയ്മറിൻ്റെ ജീവിതകഥയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലിറിക്സ് ഓഫ് ദ ലൈഫ്. 1992 ഫെബ്രുവരി 5 ബ്രസീലിലെ മോഗിദാസ് ക്രൂസസിലായിരുന്നു നെയ്മറിൻ്റെ ജനനം. ഫുട്ബോൾ താരമായിരുന്ന പിതാവിൽ നിന്നാണ് നെയ്മറിന് പന്തിനോടുള്ള പ്രണയം ലഭിക്കുന്നത്. ഒരു മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിന് സമീപമായിരുന്നു അവരുടെ താമസം. പലപ്പോഴും വൈദ്യുതി പോലും ഇല്ലാത്ത ആ കൊച്ചു വീട്ടിലിരുന്ന് നെയ്മർ സ്വപ്നം കണ്ടത് ലോകം കീഴടക്കുന്ന ഫുട്ബോളറാകാനായിരുന്നു. ഇൻഡോർ ഫുട്ബോളായ ഫുട്സാലിലൂടെയാണ് നെയ്മർ തൻ്റെ മാന്ത്രികമായ ഡ്രിബിളിംഗ് പാഠങ്ങൾ പഠിച്ചെടുത്തത്. ബ്രസീലിയൻ ഇതിഹാസം പെലെ പന്ത് തട്ടി വളർന്ന അതേ മണ്ണിലേക്കാണ് 2003 തൻ്റെ 11ാം വയസ്സിൽ നെയ്മർ എത്തുന്നത്. നെയ്മറിൻ്റെ പ്രതിഭ തിരിച്ചറിഞ്ഞ ബ്രസീലിയൻ ക്ലബ്ബായ സാന്റോസ് FC നെയ്മറിനെ അവരുടെ അക്കാദമിയിൽ എത്തിച്ചു. 14ാം വയസ്സിൽ റയൽ മാഡ്രിഡിൽ നിന്നും ക്ഷണം ലഭിച്ചെങ്കിലും സാന്റോസിനോടുള്ള സ്നേഹം കാരണം അദ്ദേഹം ബ്രസീലിൽ തന്നെ തുടർന്നു. 2009 മാർച്ചിൽ തൻ്റെ 17ാം വയസ്സിൽ പ്രൊഫഷണൽ ഫുട്ബോളിൽ അരങ്ങേറ്റം കുറിച്ച നെയ്മർ ആ സീസണിൽ തന്നെ 48 മത്സരങ്ങളിൽ നിന്ന് 14 ഗോളുകൾ നേടി ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചു. വെറുമൊരു കൗമാരക്കാരൻ ബ്രസീലിയൻ ലീഗിലെ വമ്പൻ പ്രതിരോധക്കാരെ നിഷ്പ്രഭമാക്കുന്നത് കണ്ട് ഫുട്ബോൾ പണ്ഡിതന്മാർ ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഇവൻ അടുത്ത പെലെയാണ്. സാന്റോസ് ആരാധകർ ഒരിക്കലും മറക്കാത്ത വർഷമാണ് 2011. നീണ്ട 48 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് നെയ്മർ സാന്റോസിനെ കോപ്പ ലിബർട്ടഡോറസ് കിരീടത്തിലേക്ക് നയിച്ചു. ഫൈനലിൽ നിർണായക ഗോൾ നേടിയ നെയ്മർ ആ വർഷം ലാറ്റിൻ അമേരിക്കയിലെ മികച്ച കളിക്കാരനായും തിരഞ്ഞെടുക്കപ്പെട്ടു. ഫ്ലമെങ്കോക്കെതിരെയുള്ള മത്സരത്തിൽ മൈതാനത്തിന്റെ മധ്യഭാഗത്ത് നിന്ന് പന്തുമായി കുതിച്ച് 4-5 ഡിഫൻഡർമാരെ വെട്ടിച്ച് നെയ്മർ നേടിയ ആ മനോഹര ഗോൾ ഇന്നും ഫുട്ബോൾ ചരിത്രത്തിലെ മികച്ച ഗോളുകളിൽ ഒന്നായി അറിയപ്പെടുന്നു. ആ ഗോൾ നെയ്മറിന് ഫിഫയുടെ പുസ്കാസ് അവാർഡും നേടിക്കൊടുത്തു. സാന്റോസിനായി 225 മത്സരങ്ങളിൽ നിന്ന് 136 ഗോളുകൾ നേടിയ നെയ്മറെ സ്വന്തമാക്കാൻ റയൽ മാഡ്രിഡും ബാർസലോണയും തമ്മിൽ വലിയ പോരാട്ടം തന്നെ നടന്നു. ഒടുവിൽ 2013 തൻ്റെ പ്രിയപ്പെട്ട ക്ലബിനോട് വിട പറയുമ്പോൾ നെയ്മറുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. സാന്റോസിന് 3 ലീഗ് കിരീടങ്ങളും ഒരു കോപ്പ ലിബർട്ടഡോറസും സമ്മാനിച്ചാണ് ആ 21-കാരൻ യൂറോപ്പിലേക്ക് വിമാനം കയറിയത്. 2010 നെയ്മർ ബ്രസീൽ നാഷണൽ ടീമിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. ഫുട്ബോൾ ലോകം വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയായിരുന്നു. 2010 ലോകകപ്പിൽ നിന്നും ബ്രസീൽ ക്വാർട്ടറിൽ പുറത്തായപ്പോൾ ആരാധകർ ഒന്നടങ്കം ഒരു പേരിനായി മുറവിളി കൂട്ടി, നെയ്മർ ജൂനിയർ. 2010 ഓഗസ്റ്റ് ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ USA-ക്കെതിരെയുള്ള സൗഹൃദ മത്സരം. ബ്രസീലിന്റെ പുതിയ കോച്ച് മാനോ മെനസെസ് ആ 18 വയസ്സുകാരനെ ആദ്യ 11-ൽ തന്നെ ഉൾപ്പെടുത്തി. മഞ്ഞക്കുപ്പായത്തിൽ നെയ്മർ എന്ന പേരെഴുതിയ 11ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് അയാൾ മൈതാനത്തേക്ക് നടന്നു നീങ്ങി. മത്സരം തുടങ്ങി വെറും 28-ാം മിനിറ്റ്. ആന്ത്രോ സാന്റോസ് നൽകിയ ക്രോസ് കൃത്യമായ ടൈമിങ്ങിലൂടെ നെയ്മർ തന്റെ തലകൊണ്ട് വലയിലേക്ക് വഴിതിരിച്ചു വിട്ടു. അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ തന്റെ ആദ്യ അന്താരാഷ്ട്ര ഗോൾ. ആരാധകർ ആവേശത്താൽ ഇളകിമറിഞ്ഞു. ആ ഗോൾ വെറുമൊരു തുടക്കം മാത്രമായിരുന്നു. അന്ന് നെയ്മർ ഗോൾ നേടിയപ്പോൾ കമന്റേറ്റർമാർ പറഞ്ഞു, ഇതാണ് ബ്രസീൽ ഫുട്ബോളിന്റെ ഭാവി. തന്റെ വേഗത കൊണ്ടും സ്കില്ലുകൾ കൊണ്ടും US പ്രതിരോധത്തെ വിറപ്പിച്ച നെയ്മർ താൻ വെറുമൊരു ഹൈപ്പ് അല്ലെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിച്ചു. പിന്നീട് ലോകം കണ്ടത് ചരിത്രമാണ്. ആ 18-കാരൻ പയ്യൻ വളർന്ന് സാക്ഷാൽ പെലെയുടെ റെക്കോർഡുകൾ തകർത്ത് ബ്രസീലിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനായി മാറി. 2013 നെയ്മർ ബാർസലോണയിൽ എത്തുമ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കിയത് ഒരു കാര്യമായിരുന്നു, ലോകത്തെ ഏറ്റവും മികച്ച താരമായ ലയണൽ മെസ്സിക്കൊപ്പം ഈ ബ്രസീലിയൻ പയ്യൻ എങ്ങനെ പൊരുത്തപ്പെടും. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. 2014 ലൂയിസ് സുവാരസ് കൂടി ടീമിലെത്തിയതോടെ ഫുട്ബോൾ ലോകം കണ്ട എക്കാലത്തെയും മാരകമായ ആക്രമണ നിര അവിടെ പിറന്നു. MSN. ഇവർ 3 പേരും ചേർന്ന് മൈതാനത്ത് കാഴ്ചവെച്ച മാന്ത്രികത
വാക്കുകൾക്ക് അതീതമായിരുന്നു. അവർ വെറുമൊരു ടീം അംഗങ്ങൾ മാത്രമായിരുന്നില്ല, അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു. മൈതാനത്ത് പരസ്പരം പന്തുകൾ കൈമാറി അവർ എതിരാളികളെ നിഷ്പ്രഭമാക്കി. നെയ്മറുടെ കരിയറിലെ ഏറ്റവും മികച്ച വർഷമായിരുന്നു 2015. ആ സീസണിൽ ബാർസലോണ ലാ ലീഗ, കോപ്പ ഡെൽറേ, ചാമ്പ്യൻസ് ലീഗ് എന്നീ 3 പ്രധാന കിരീടങ്ങളും സ്വന്തമാക്കി. ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ യുവന്റസിനെതിരെ അവസാന ഗോൾ നേടി ബാർസയുടെ വിജയം ഉറപ്പിച്ചത് നെയ്മറായിരുന്നു. ആ സീസണിൽ നെയ്മർ 10 ഗോളുമായി ചാമ്പ്യൻസ് ലീഗിലെ ടോപ്പ് സ്കോറർമാരിൽ ഒരാളായി മാറി. PSG-ക്കെതിരെ 4-0 തോറ്റുനിന്ന ബാർസലോണയെ രണ്ടാം പാദത്തിൽ 6-1 ജയിപ്പിച്ച് അവിശ്വസനീയമായ തിരിച്ചുവരവ് നടത്തിയത് നെയ്മറുടെ ചിറകിലേറിയായിരുന്നു. അവസാന മിനിറ്റുകളിൽ 2 ഗോളുകളും 1 അസിസ്റ്റും നൽകി നെയ്മർ നടത്തിയ ആ പോരാട്ടം ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നായി ഇന്നും വാഴ്ത്തപ്പെടുന്നു. 2016-ൽ ബ്രസീലിന് ആദ്യമായി ഒളിമ്പിക് സ്വർണം നേടിക്കൊടുത്തത് നെയ്മറുടെ കരിയറിലെ ഏറ്റവും തിളക്കമുള്ള നിമിഷങ്ങളായി അവശേഷിക്കുന്നു. 2017 ഓഗസ്റ്റ് മാസത്തിൽ ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ആ വാർത്ത പുറത്തു വന്നു. നെയ്മർ ജൂനിയർ ബാർസലോണ വിടുന്നു. മെസ്സിയുടെ തണലിൽ നിന്നും മാറി സ്വന്തമായി ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ നെയ്മർ തീരുമാനിച്ചു. 222 മില്യൺ യൂറോ എന്ന റെക്കോർഡ് തുകയ്ക്കാണ് നെയ്മർ ഫ്രഞ്ച് ക്ലബ്ബായ PSG-യിലേക്ക് ചേക്കേറിയത്. ഫുട്ബോൾ ചരിത്രത്തിലെ ഇന്നും തകർക്കപ്പെടാത്ത ഏറ്റവും വലിയ ട്രാൻസ്ഫർ തുകയാണിത്. പാരീസ് നഗരം ഒന്നടങ്കം തങ്ങളുടെ പുതിയ രാജകുമാരനെ വരവേൽക്കാൻ തെരുവിലിറങ്ങി. ഫ്രാൻസിൽ നെയ്മർ ഒരു അജയ്യനായിരുന്നു. കളം നിറഞ്ഞാടിയ അദ്ദേഹം PSG-ക്കൊപ്പം 5 തവണ ലീഗ് 1 കിരീടം ചൂടി. എംബാപ്പയുമായും പിന്നീട് വീണ്ടും മെസ്സിയുമായും ചേർന്ന് അദ്ദേഹം പാരീസിലും മാന്ത്രികത തുടർന്നു. PSG-ക്കായി കളിച്ച 173 മത്സരങ്ങളിൽ നിന്ന് 118 ഗോളുകളും 70-ലധികം അസിസ്റ്റുകളും ആ കാലയളവിൽ അദ്ദേഹം സ്വന്തമാക്കി. PSG-യെ യൂറോപ്പിന്റെ നെറുകയിൽ എത്തിക്കുക എന്നതായിരുന്നു നെയ്മറുടെ പ്രധാന ലക്ഷ്യം. 2020-ൽ അദ്ദേഹം ക്ലബിനെ ചരിത്രത്തിലാദ്യമായി ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ എത്തിച്ചു. എന്നാൽ ഫൈനലിൽ ബയേൺ മ്യൂണിക്കിനോട് തോറ്റത് നെയ്മറെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഘാതമായിരുന്നു. മത്സരശേഷം വിങ്ങിക്കരയുന്ന നെയ്മറുടെ ദൃശ്യങ്ങൾ ലോകമെമ്പാടുമുള്ള ആരാധകരുടെ നൊമ്പരമായി മാറി. പാരീസിലെ കാലഘട്ടം നെയ്മറെ സംബന്ധിച്ച് പരിക്കുകളുടെ കാലം കൂടിയായിരുന്നു. കടുപ്പമേറിയ ഫൗളുകൾ കാരണം സീസണിലെ നിർണായക മത്സരങ്ങൾ പലതും അദ്ദേഹത്തിന് നഷ്ടമായി. എന്നിരുന്നാലും കളത്തിൽ ഇറങ്ങിയപ്പോഴെല്ലാം തന്റെ സ്കില്ലുകൾ കൊണ്ട് കാണികളെ വിസ്മയിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ബ്രസീൽ എന്ന ഫുട്ബോൾ ഭ്രാന്തന്മാരുടെ നാട്ടിൽ 10ാം നമ്പർ ജേഴ്സി അണിയുക എന്നത് ഒരു വലിയ ഉത്തരവാദിത്തമാണ്. പെലെയിൽ നിന്നും റൊണാൾഡീഞ്ഞോയിൽ നിന്നും കൈമാറി വന്ന ആ സിംഹാസനം നെയ്മർ ഏറ്റെടുത്തപ്പോൾ ഒരു രാജ്യം മുഴുവൻ അദ്ദേഹത്തിന് പിന്നിൽ അണിനിരന്നു. സ്വന്തം നാട്ടിൽ നടന്ന ലോകകപ്പിൽ ബ്രസീലിനെ കിരീടത്തിലേക്ക് നയിക്കുക എന്നതായിരുന്നു നെയ്മറുടെ ഏറ്റവും വലിയ സ്വപ്നം. ടൂർണമെന്റിലുടനീളം തകർപ്പൻ ഫോമിലായിരുന്ന നെയ്മർക്ക് പക്ഷേ ക്വാർട്ടർ ഫൈനലിൽ കൊളംബിയൻ താരം സ്യൂണികയുടെ ഒരു ഫൗളിൽ നട്ടെല്ലിന് ഗുരുതരമായ പരിക്കേറ്റു. വിങ്ങിക്കരഞ്ഞുകൊണ്ട് സ്ട്രെച്ചറിൽ മൈതാനം വിടുന്ന നെയ്മറുടെ ദൃശ്യം ഇന്നും ലോക ഫുട്ബോളിലെ ഏറ്റവും വലിയ നോവാണ്. നെയ്മറുടെ അഭാവത്തിൽ സെമിയിൽ ബ്രസീൽ തകർന്നു വീഴുകയായിരുന്നു. 2018-ലെ റഷ്യൻ ലോകകപ്പിൽ പരിക്കുമാറി തിരിച്ചെത്തിയ നെയ്മർക്ക് പക്ഷേ പ്രതീക്ഷിച്ച വിജയം നേടാനായില്ല. ബെൽജിയത്തിനോട് തോറ്റ് ബ്രസീൽ പുറത്തായപ്പോൾ പലരും നെയ്മറുടെ ഗ്രൗണ്ടിലെ പെരുമാറ്റത്തെ പരിഹസിച്ചു. എന്നാൽ തന്നെ തളർത്താൻ നോക്കുന്നവർക്കുള്ള മറുപടി നെയ്മർ തന്റെ ബൂട്ടുകൾ കൊണ്ട് തന്നെ കരുതി വച്ചിരുന്നു. 2019-ലെ കോപ്പ അമേരിക്ക വിജയം പരിക്ക് കാരണം നഷ്ടമായെങ്കിലും 2021-ൽ ബ്രസീലിനെ ഫൈനലിൽ എത്തിക്കാൻ നെയ്മർക്ക് സാധിച്ചു. മെസ്സിയോടുള്ള ആ ഫൈനൽ തോൽവിക്ക് ശേഷം അവർ തമ്മിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞ ദൃശ്യം ഫുട്ബോൾ സ്പിരിറ്റിന്റെ ഉത്തമ ഉദാഹരണമാണ്. 2022-ലെ ഖത്തർ ലോകകപ്പിൽ ക്രൊയേഷ്യക്കെതിരെ തകർപ്പൻ ഗോൾ നേടിയതോടെ നെയ്മർ മറ്റൊരു നാഴികക്കല്ല് കൂടി പിന്നിട്ടു. സാക്ഷാൽ പെലെയുടെ 77 ഗോളുകൾ എന്ന റെക്കോർഡിനൊപ്പം അദ്ദേഹം എത്തി. ആ മത്സരത്തിൽ ബ്രസീൽ പുറത്തായെങ്കിലും നെയ്മറുടെ പോരാട്ടം ശ്രദ്ധേയമായിരുന്നു. പിന്നീട് 2023-ൽ 79 ഗോളുകൾ നേടി പെലെയെ മറികടന്ന് ബ്രസീലിന്റെ എക്കാലത്തെയും വലിയ ഗോൾ വേട്ടക്കാരനായി നെയ്മർ മാറി. ലോകകപ്പ് കിരീടം എന്ന വലിയ സ്വപ്നം ഇന്നും നെയ്മർക്ക് ബാക്കിയുണ്ടെങ്കിലും റെക്കോർഡ് പുസ്തകങ്ങളിൽ അയാൾ തന്റെ പേര് എന്നേ എഴുതി ചേർത്ത് കഴിഞ്ഞു. പരിക്കുകൾക്കും കടുത്ത ഫൗളുകൾക്കും നടുവിലും അയാൾ തന്റെ രാജ്യത്തിനായി പൊരുതിക്കൊണ്ടേയിരുന്നു. 2023-ൽ നെയ്മർ ഫുട്ബോൾ ലോകത്തെ വീണ്ടും അമ്പരപ്പിച്ചു. യൂറോപ്പിലെ നീണ്ട 10 വർഷത്തെ പോരാട്ടങ്ങൾക്ക് ശേഷം അദ്ദേഹം PSG വിട്ട് ഏഷ്യൻ ഫുട്ബോളിന്റെ കരുത്തരായ സൗദി അറേബ്യയിലെ അൽ ഹിലാൽ ക്ലബിലേക്ക് ചേക്കേറി. ഫുട്ബോൾ ലോകത്തെ പ്രശസ്തരായ ക്രിസ്ത്യാനോ റൊണാൾഡോ, കരീം ബെൻസിമ എന്നിവരെല്ലാം സൗദി ലീഗിലേക്ക് പറന്നപ്പോൾ നെയ്മറുടെ വരവ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നായിരുന്നു. റിയാദിലെ കിങ് ഫഹദ് സ്റ്റേഡിയത്തിൽ 10,000-കണക്കിന് ആരാധകരെ സാക്ഷിയാക്കി നടന്ന ആ സ്വീകരണം ഒരു രാജാവിൻ്റെതായിരുന്നു. എന്നാൽ തുടർച്ചയായ പരിക്കുകൾ കാരണം അൽ ഹിലാലിൽ നെയ്മർക്ക് അധികം മത്സരങ്ങൾ കളിക്കാൻ സാധിച്ചിരുന്നില്ല. അതിനാൽ 2025 ജനുവരിയിൽ ക്ലബ്ബും നെയ്മറും തമ്മിലുള്ള കരാർ പരസ്പര സമ്മതത്തോടെ റദ്ദാക്കുകയായിരുന്നു.
അവിടെ നിന്നും നെയ്മർ 12 വർഷം മുമ്പ് തന്റെ കരിയർ തുടങ്ങിയ സാന്റോസ് FC-യിലേക്കാണ് എത്തിയത്. ആദ്യം 6 മാസത്തെ ഹ്രസ്വകാല കരാറിലാണ് ഒപ്പിട്ടതെങ്കിലും 2026 ജനുവരിയിലെ പുതിയ വിവരങ്ങൾ പ്രകാരം അദ്ദേഹം തന്റെ കരാർ 2026 ഡിസംബർ വരെ നീട്ടിയിട്ടുണ്ട്. 2026 ലോകകപ്പിന് മുമ്പ് ശാരീരികക്ഷമത വീണ്ടെടുക്കാനും ബ്രസീലിലെ പരിചിതമായ സാഹചര്യങ്ങളിൽ കളിച്ച് ഫോമിലേക്ക് തിരിച്ചെത്താനുമാണ് നെയ്മർ ഈ തീരുമാനമെടുത്തത്. കൂടാതെ 2ാം ഡിവിഷനിൽ നിന്ന് 1ാം ഡിവിഷനിലേക്ക് തിരിച്ചെത്തിയ സാന്റോസിനെ സഹായിക്കുക എന്നതും അദ്ദേഹത്തിന്റെ ലക്ഷ്യമാണ്. നെയ്മറുടെ കരിയർ പലപ്പോഴും വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും നടുവിലായിരുന്നു. ഡൈവിങ്ങിന്റെ പേരിലും അമിതമായ ആഡംബര ജീവിതത്തിന്റെ പേരിലും പലരും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി. എന്നാൽ പന്തുമായി നെയ്മർ കളത്തിലിറങ്ങിയാൽ ആ വിമർശകരുടെയെല്ലാം നാവുകൾ നിശബ്ദമാകുമായിരുന്നു. കാരണം അയാൾ ചെയ്യുന്നത് മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത ഫുട്ബോൾ മാന്ത്രികതയായിരുന്നു. വെറുമൊരു കളിക്കാരൻ എന്നതിലുപരി ഫുട്ബോളിനെ ഒരു കലയായി കണ്ട താരമാണ് നെയ്മർ. ബ്രസീലിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരൻ, യുവതാരങ്ങൾക്ക് സ്കില്ലുകൾ കൊണ്ട് പ്രചോദനമായ താരം, തന്റെ രാജ്യത്തെ പാവപ്പെട്ട കുട്ടികൾക്കായി ഇൻസ്റ്റിറ്റ്യൂട്ടോ പ്രൊജക്റ്റോ നെയ്മർ ജെയർ എന്ന സ്ഥാപനത്തിലൂടെ സഹായം എത്തിക്കുന്ന മനുഷ്യസ്നേഹി. പെലെയും റൊണാൾഡോയും മെസ്സിയും ഒക്കെ വാഴുന്ന ഫുട്ബോൾ ലോകത്ത് സ്വന്തമായ ഒരു ശൈലി കൊണ്ട് തന്റെ പേര് തങ്കലിപികളിൽ എഴുതി ചേർത്താണ് നെയ്മർ മുന്നേറുന്നത്. അയാൾ വീഴുമ്പോൾ ചിരിക്കുന്നവരെക്കാൾ അയാൾ പന്തുമായി കുതിക്കുമ്പോൾ ആവേശത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്നവരാണ് ഫുട്ബോൾ ലോകത്ത് അധികവും. കാരണം നെയ്മർ ഉള്ളിടത്തോളം കാലം ഫുട്ബോളിലെ ആ സുന്ദരമായ സാമ്പാ താളം നിലയ്ക്കില്ല. ഇന്ന് ഫുട്ബോൾ ആരാധകർ ഉറ്റുനോക്കുന്നത് 2026 നടക്കാനിരിക്കുന്ന ഫിഫ ലോകകപ്പിലേക്കാണ്. കരിയറിലെ അവസാന ലോകകപ്പാവാൻ സാധ്യതയുള്ള ഈ ടൂർണമെന്റിൽ ബ്രസീലിനെ ലോക കിരീടത്തിലേക്ക് നയിക്കുക എന്നതാണ് നെയ്മറുടെ ഏക ലക്ഷ്യം. പെലെയുടെ ഗോൾ റെക്കോർഡ് തകർത്ത സുൽത്താന് ഇനി തന്റെ രാജ്യത്തിനായി ആ സ്വർണ്ണ കിരീടം കൂടി മാത്രമേ നേടാൻ ബാക്കിയുള്ളൂ. വിരമിക്കലിനെ കുറിച്ച് താൻ ചിന്തിച്ചിരുന്നുവെന്നും എന്നാൽ ലോകകപ്പ് എന്ന സ്വപ്നമാണ് തന്നെ മുന്നോട്ട് നയിക്കുന്നതെന്നും നെയ്മർ അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു. ബ്രസീൽ പരിശീലകൻ കാർലോ ആൻസലോട്ടി പറയുന്നത് നെയ്മറുടെ കഴിവിൽ സംശയമില്ലെങ്കിലും പൂർണ്ണ ആരോഗ്യവാനായ നെയ്മറെ മാത്രമേ ലോകകപ്പ് ടീമിലേക്ക് പരിഗണിക്കൂ എന്നാണ്. വിനീഷ്യസ് ജൂനിയർ, റോഡ്രിഗോ തുടങ്ങിയ യുവതാരങ്ങൾ മികച്ച ഫോമിലാണെന്നത് നെയ്മർക്ക് വലിയ വെല്ലുവിളിയാണ്. 2026 ലോകകപ്പിൽ അദ്ദേഹത്തിന് അവസരം ലഭിക്കുമോ? അങ്ങനെ ലഭിച്ചാൽ തന്നെ ബ്രസീലിനെ കിരീടമണിയിച്ചുകൊണ്ട് അഭിമാനത്തോടെ പടിയിറങ്ങാൻ കഴിയുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. നെയ്മർ ജൂനിയറെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു താരത്തിന്റെ ജീവിതകഥയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.